നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുള്ളപ്പോൾ there is liberty ആണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്. where the Lord is, there is liberty. the Spirit of the Lord is, there is liberty. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാകും. ഹല്ലേലൂയ. കാരണം എന്താണ്? ഈ ശക്തി എവിടെ നിന്നാണ് വന്നത്? 6-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. 3:6 അപ്പോസ്തല പ്രവർത്തനം. ഈ ശക്തി വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പക്ഷെ എവിടെ നിന്നാണ് വന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നാണ്. There is power in the name of Jesus. വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഹല്ലേലൂയ. നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമം നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് യേശുവിന്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. And you cannot restrict the spirit of the living God. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം ഒന്ന് വായിക്കാമോ? കാരണം നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയൻസ് 3:10 വായിക്കുക ആദ്യം. ഫിലിപ്പിയൻസ് 3:10 പൗലോസ് അപ്പോസ്തലൻ ആത്മാവിനാൽ പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ് that he wants to know, hallelujah, the resurrection power of the Lord. അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവന്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ്. അങ്ങനെ മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് പ്രാപിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് റിസറക്ഷൻ പവർ ഓഫ് ദ ലോർഡ്. കാരണം എന്താണ്? യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവാണ് എന്നിലും നിങ്ങളിലും ഇന്ന് പ്രവർത്തിക്കുന്നത്. ഹലോ, ഹല്ലേലൂയ. പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ്, യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് അന്നും ഇന്നും എന്നേക്കും ഒരേ ആത്മാവാണ്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ആത്മാവാണ് എന്നിലും നിങ്ങളും വസിക്കുന്നത്. ഹല്ലേലൂയ. വാട്ട് എ പ്രിവിലേജ്, what a privilege to be എന്നാ പറയുന്നത്, to be a host to the living God. Hallelujah. To the Spirit of the living God. നമ്മളൊക്കെ privileged ആൾക്കാരാണ്. Do you know that? We are all privileged. മലയാളത്തിൽ എന്താ privilege എന്ന് പറയുന്നത്? മലയാളത്തിൽ എന്ത് പറയും പ്രിവിലേജ്ഡിന്? ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. I know it's not the correct translation, but then പ്രിവിലേജിനേക്കാൾ നല്ല ട്രാൻസ്ലേഷൻ ആണ് ഭാഗ്യവാന്മാരാണ് നമ്മൾ. We are lucky. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പിന്നെ നമ്മളറിയാം 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം ഒന്ന് വായിക്കാം. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളുടെ ഹോൾ ക്രിസ്ത്യൻ ലൈഫ് ഈസ് സെന്റർഡ് ഓൺ ദ റിസറക്ഷൻ ഓഫ് ദ ലോർഡ് ജീസസ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, നമ്മളുടെ ഹോൾ ക്രിസ്ത്യൻ ലൈഫ് സെന്റേർഡ് എന്തിലാണ്? അതിൻ്റെ എന്താ കേന്ദ്ര ബിന്ദു കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്തിലാണ്? യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിലാണ്. ആ പുനരുത്ഥാനത്തിലാണ് യേശുക്രിസ്തുവിന്റെ മരണത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മുകളിൽ വിജയമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, ഇഫ് യു ആർ യുണൈറ്റഡ് ടുഗദർ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഹിസ് ഡെത്ത്, യു ഷാൽ ഓൾസോ ബി യുണൈറ്റഡ് ടുഗദർ ഇൻ ദ ലൈക്ക്നെസ് ഓഫ് ഹിസ് റെസറക്ഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഉയർത്തെഴുന്നേറ്റ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു കഴിവ് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, എഫിഷ്യൻസ് നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു എവിടെയാ ഇപ്പോൾ ഇരിക്കുന്നത്, അതേ അവിടെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവം നമ്മളെ ഉയർത്തി ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനുള്ള അതേ അധികാരവും നമുക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി ഉണ്ട്. പിന്നെ നമുക്കറിയാം എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, ദൈവം നമുക്ക് ഹി ഹാസ് ഗിവൺ us the Holy Spirit as a seal of ownership. ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്നുള്ളതിൻ്റെ അടയാളമായിട്ടൊന്ന് വായിക്കാമോ? രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അപ്പോൾ ദൈവം വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ യു ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ് ഓഫ് പ്രോമിസ്. ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് എല്ലാം പ്രോമിസിന്റെ ഒരു സീലാണ് പരിശുദ്ധാത്മാവ്. എന്നുവരെ അടുത്ത വചനം ഒന്ന് വായിച്ചേ. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്ന് യേശുക്രിസ്തുവിനെ കുരിശിൽ ആ യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ വെടുപ്പാക്കി കഴിയുമ്പോൾ ദൈവം നമുക്ക് ദാനമായിട്ട് തരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായം 21 22 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ പറയുന്നുണ്ട്, he establishes you, he anoints you and he seals you and gives you the Holy Spirit as a guarantee of this glory. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്.
അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു. Hallelujah. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. when you come under the lordship of Jesus, യേശുവിൻ്റെ ഒരു ദാനമായിട്ടാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായി തരുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടെടുക്കപ്പെട്ടവരാണ്, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുകയാണ്, തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. because that is a sign that you are a son or a daughter of God. Hallelujah. പിന്നെ 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം 45-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, 2 ആദാമിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായി തീർന്നു. അപ്പോൾ മനസ്സിലാക്കണം, ഇവിടെ 2 തരത്തിലുള്ള ആദത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരാദത്തിന് ജീവൻ ഉണ്ടായിരുന്നു, മറ്റേ ആദം ആരായിരുന്നു? Hallelujah. He was the source of life. Hallelujah. Hallelujah. കാരണം നമുക്കറിയാം ജെനസിസ് 2-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ വചനം പറയുന്നുണ്ട് എങ്ങനെയാണ് പിതാവായ ദൈവം മണ്ണിൽ നിന്ന് he formed man from the dust of the earth and then breathed into his nostrils and man became a living soul എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത് ആദാമായിരുന്നു. ആദാമിന് അപ്പോൾ ജീവൻ വന്നു. പക്ഷേ 2-ാമത്തെ ആദാം യേശു ക്രിസ്തു ജീവൻ തന്നെയായിരുന്നു. he was the source of life. he was life incarnate. അതുകൊണ്ടാണ് പറയുന്നത് I am the way, I am the source, I am the വഴിയും സത്യവും ജീവനും ഞാനാണ്. ജീസസ് ക്രൈസ്റ്റ് ഇസ് ലൈഫ്. അപ്പോൾ 2 ആദാമാണ്. പിന്നെ യോഹന്നാൻ 6:57 ഒന്ന് വായിക്കോ. As the living Father sent me and I live because of the Father, so he who feeds on me will live because of me. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 2 ആദാമുണ്ട്, 2 ടൈപ്പ് ഓഫ് ജീവനുണ്ട്. ഒന്ന് ഒരു കളിമണ്ണിലുള്ള ഒരു ജീവനും മറ്റേത് സ്പിരിച്വൽ ലൈഫ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം റോമാർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ പറയുന്നത് there is therefore now no condemnation for those who are in Christ, who walketh not according to the flesh, walketh not according to the first Adam, but walketh according to the Spirit, walketh according to Jesus. അവിടെയാണ് the change takes place, the transition takes place, the migration takes place. Then the word of God says, I am a new creation in Christ Jesus. പഴയ ആദാമിൽ നിന്ന് വിട്ട് ആ പാപവും ശാപവും ഒക്കെ വിട്ടിട്ട് ആ നിത്യജീവനാകുന്ന യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുകയാണ്. Are you with me? That is possible only because by the Spirit of the living God who can that transition. അതാ പറയുന്നത് I am a new creation എന്ന് പറഞ്ഞു. I am a new creation. അതുകൊണ്ടാണ് ഗലേഷ്യൻസ് 2:20 പറയുന്നത് എന്താണ്, പല പ്രാവശ്യം പറഞ്ഞതാണ്, but I am so fond of that word, that I have been crucified with Christ. It is no longer I who live, but Christ lives in me, and the life I now live in the flesh I live by faith in the Son of God who loved me and gave himself for me. ആദ്യം എന്തായിരുന്നു? I was in the flesh. Now I am in the Spirit. Our transition made possible by the blood of Jesus and the ability of the Holy Spirit of the living God. ആരുടെ ഹിതം? പിതാവായ ദൈവത്തിൻ്റെ ഹിതം. So you must understand, it is the Spirit of the living God is so important in our lives to take us through this walk. He is a helper, he is our advocate, he is our counselor, he is our comforter. You need him, my dear brother, my dear sister. You have to have a relationship with him. He is not a ghost. I don't know why they call him Holy Ghost. Probably the word spirit was not there then. He is the Holy Spirit of the living God. No, he is the Holy Spirit of the living God. Hallelujah. So there is a migration that takes place. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം യോഹന്നാൻ 6:43 പറയുന്നത്, it is a spirit who gives life. The flesh profits nothing. And the words that I speak to you are spirit and they are life. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പോൾ പഴയ ആദാമിൽ നിന്ന് നമ്മൾ ഒരു പുതിയ ആദാമിലേക്ക് പോകണം. The old Adam which is corruptible, the new Adam who is incorruptible. We have to make a transition. It is so important, my dear brother. And the only person who can lead you, catching your hand, is the Holy Spirit of the living God. Hallelujah. And ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, he will bring to your remembrance all that I have talked to you. He will bring to your remembrance all my covenants. He will bring to your remembrance all my promises. But you need him.
You cannot do that journey on your own. You need His help. Say, I need the Holy Spirit. I need the Holy Spirit. Desperately. Desperately. Hallelujah. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:12 പറയുന്നത്, He who has a son of God, that is the word of God, has life. കാരണം എന്താണ്? The words that I speak to you are spirit and life. വായിച്ചേ. പുത്രനെ സ്വന്തമാക്കിയവൻ ജീവനെ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. Hallelujah. 1 കൊരിന്ത്യർ 15:46 എന്ന് വായിക്കുക. ജീവദാത എന്നാൽ ആദ്യമുള്ളത് ആത്മീയനല്ല, ഭൗതികനാണ്, പിന്നീട് ആത്മീയൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എപ്പോഴും, that is, however, the spiritual is not first but the natural, and afterward the spiritual. നമ്മളെല്ലാവരും പാപത്തിലാണ് ജനിച്ചത്. പാപത്തിലാണ് ജനിച്ചത്. ഒരു വ്യക്തിയുമില്ല ഈ ലോകത്തിൽ ജീവിച്ചത് പാപമില്ലാതെ. who is born. മനുഷ്യൻ ചില തിയറിയൊക്കെ ഉണ്ടാക്കി ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമായിരിക്കും. ചില വ്യക്തികൾ പാപമില്ലാതെയാണ് ജനിച്ചതെന്ന്. എനിക്കറിയാം, ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ പാപമില്ലാതെ ജനിച്ചത്. അത് യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ, ഹി വാസ് ലൈക്ക് us in everything except that he did not sin. ലൈക്ക് us എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജനിച്ച എല്ലാ വ്യക്തികളും. അപ്പോൾ പാപം ചെയ്യാതെ ആരുമില്ല. ദൈവത്തിൻ്റെ വചനം പിന്നെ പറയുന്നുണ്ട്, നീ പാപം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ്, നീ കള്ളനാണെന്ന്. അപ്പോൾ എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ആരെങ്കിലും പഠിപ്പിക്കുകയാണ്, ഒരു 1-2 വ്യക്തികൾ ഈ ലോകത്തിൽ പാപം ചെയ്യാതെ ജനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനത്തിന് വിപരീതമാണ്, അത് തെറ്റാണ്, അത് കബളിപ്പാണ് പ്രിയപ്പെട്ടവരെ. കാരണം ആദ്യം ഈസ് എ നാച്ചുറൽ ആൻഡ് ദെൻ ഈസ് എ സ്പിരിച്വൽ. അടുത്ത വചനം വായിച്ചേ. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നുള്ള ഭൗമികനാണ്, രണ്ടാമത്തെ മനുഷ്യനോ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഹല്ലേലൂയ. ആദ്യത്തെ മനുഷ്യൻ ആദാമിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, നമുക്ക് അവനെ നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാമെന്ന്. ആ നമ്മുടെ ഛായയിലും സാദൃശ്യം സൃഷ്ടിച്ച് ആ ആദാം ഹവ്വായും പാപം ചെയ്തപ്പോൾ പിന്നെ അവർക്കുണ്ടായ മക്കള് ആരുടെ ഛായയിലും സാദൃശ്യത്തിലാണ് ഉണ്ടായത്? ആദാമിൻ്റെയും. പാപം ചെയ്ത് ശാപത്തിൻ്റെ ഒരു അവകാശിയായ ആദാമിൻ്റെയും ഹവ്വായുടെയും ഛായയിലും സാദൃശ്യത്തിലുമാണ് ജനിച്ച് വീഴുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, the first man was made of the earth, of the dust. The second man is the Lord from heaven. രണ്ടാമത്തെ. So there is a difference. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ പഴയ ജീവിതവും പുതിയ ജീവിതവും. പഴയ ജീവിതം ആദാമിൻ്റെത് പോലെയായിരുന്നു, പുതിയ ജീവിതം യേശു ക്രിസ്തുവിനെ പോലെ ആകണം. അവിടെ അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ, ഒരു ജീവനിൽ നിന്ന് മറ്റേ ജീവനിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം? ഒരു മരണം സംഭവിക്കണം. ഒരു മരണം സംഭവിക്കാതെ ആദാമിൽ നിന്ന് യേശുവിലേക്ക് പോകാൻ പറ്റുകയില്ല. എത്ര പ്രായശ്ചിത്തം ചെയ്താലും, എത്ര മറ്റതും മറിച്ചതും ചെയ്താലും പ്രിയപ്പെട്ടവരെ, ആദാമാകുന്ന മനുഷ്യൻ്റെ ഛായയിലും സാദൃശ്യത്തിൽ നിന്ന് യേശു ആകുന്ന ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലേക്കും നിങ്ങൾക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റുകയില്ല. യു ഹാവ് ടു ഡൈ. നിങ്ങൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ പുനരുത്ഥാന ശക്തിയിൽ നിങ്ങളെ ഉയർത്തിക്കുന്നത്. And then you are living a Christian life in the resurrection power of the Lord. യേശു ക്രിസ്തു പാപം ചെയ്തില്ല എന്ന് പറയുന്നത്. You will also have power and dominion over sin. കാരണം എന്താണ്? ദൈവപുത്രൻ പിശാചിന്റെ പ്രവൃത്തികളെ ആ കുരിശിൽ നശിപ്പിച്ചു. എനിക്കും നിങ്ങൾക്കും പിശാചിന്റെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രവൃത്തിയെ നശിപ്പിക്കുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് തരും. മരിക്കണം. ആദാമാകുന്ന ആദ്യത്തെ ആദാമിൽ നിന്ന് രണ്ടാമത്തെ ആദാമിലേക്ക് ഒരു ട്രാൻസിഷൻ നടത്തണം. How many of you are willing to do that or already done that? Hallelujah. Praise God. We need to desperately do that. 48ാമത്തെ വചനം വായിച്ചേ. ഭൂമിയിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ ഭൗമികരും, സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെ സ്വർഗീയരും. Hallelujah. Who do not walk according to the flesh but according to the spirit. അങ്ങനെയുള്ളവർക്കാണ് റോമൻസ് 8:1 പറയുന്നത്, there is therefore now no condemnation. അപ്പോൾ നമ്മൾ ആ ഭൂമിയിലുള്ള, as was the man of dust, so also are those who are made of dust, and as is the heavenly man, so also are those who are heavenly. A transition. This is a time of transition, my dear brother, my dear sister. We have to we have to migrate from that worldly Adam to the heavenly Adam, who is Jesus Christ. 49 എന്ന് വായിച്ചേ. നമ്മൾ ഭൗമികന്റെ സാദൃശ്യം ധരിച്ച പോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും. Hallelujah. അവിടെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആദാമിന്റെ ഛായയിലും സാദൃശ്യത്തിലും ജനിച്ചു വീണ നമ്മൾ
യേശു ക്രിസ്തുവിന് ഒരു മരണം വഴി യേശു ക്രിസ്തുവിന് ചായലും സാദൃശ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് വാട്ട് ഗോഡ് വാണ്ട്സ് യു ടു ഡു. ആൻഡ് ദ വേ ഈസ് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബീങ് ഡെഡ് അലോങ് വിത്ത് ഹിം. ഒരു മരണം. And by the power of the Holy Spirit, you will be resurrected into a new life. And you will be able to say, it is no longer I who live, but Christ lives in me. And there is a newness of life in me. Hallelujah. How many of you want the newness of life? Hallelujah. Praise God. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ലാസറസ് മരിച്ച് അടക്കപ്പെട്ടു. യേശു ക്രിസ്തു വന്നിട്ട് he gave him life, but he had to be freed again. അതുകൊണ്ടാണ് ലൂസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ ഒരു അനുതാപം മാത്രം പോരാ, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. എപ്പോൾ മാത്രമേ നമുക്ക് ഒരു വിജയകരമായ ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ പറ്റുകയുള്ളൂ. ആൻഡ് ദാറ്റ് നിറവ് ഇസ് ബൈ ദ ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:19 ഒന്ന് വായിക്കാം. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ ലോകം, ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഇറ്റ്സ് എ പെർവേഴ്സ് ജനറേഷൻ. യു ആർ ലിവിംഗ് അമംഗ് എ പെർവേഴ്സ് ജനറേഷൻ. 1 John 5:19. ദുഷ്ടൻ അവനെ തൊടുകയുമില്ല. നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഈ ലോകം ആരുടെ കീഴിലാണ്? ദുഷ്ടൻ. It is under the influence of Satan. ദൈവത്തിന്റെ വചനം, we know that we are of God and the whole world lies under the sway of the wicked one, the control of the wicked one, the dominion of the wicked one. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ജെയിംസ് 4:4 പറയുന്നത്, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്നുള്ളത്. ദ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വേൾഡ് ഇസ് എനിമിറ്റി വിത്ത് ഗോഡ് എന്നാണ് പറയുന്നത്. കാരണം ദ വേൾഡ് ഇസ് അണ്ടർ ദ സ്വേ ഓഫ് സൈറ്റൻ. പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ there will be a reversal of the situation. ലൂക്ക് 9:1 എന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ ശിഷ്യന്മാരാകുമ്പോൾ ദൈവം നമുക്ക് അധികാരം തരികയാണ്. ഈ അന്ധകാര ശക്തികളുടെ മുകളിലൊക്കെ ദൈവം നമുക്ക് അധികാരം തരികയാണ്. ലൂക്ക് 9:1-2 വായിച്ചേ. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഏതൊക്കെ പിശാചിന്റെയാ? ലഗ്യോണ്ട് മാത്രമാണോ? ഹല്ലേലൂയ. സകല പിശാച് ഒന്ന് പറഞ്ഞേ, സകല പിശാചിന്റെ മുകളിലും എനിക്ക് അധികാരമുണ്ട്. സകല പിശാചുകൾ ഉറക്കെ പറ, പിശാച് കേൾക്കുന്നില്ല, പേടിയാണ് പിശാച്. സകല പിശാചിന്റെ മുകളിലും എനിക്ക് അധികാരമുണ്ട്. സകല പിശാചുക്കളുടെ മേൽ എനിക്ക് അധികാരമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ അയൽക്കാരെ ചിലപ്പോൾ പിശാചെന്ന് വിളിക്കും, അതല്ല. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ഞാൻ പറയട്ടെ, യു മസ്റ്റ് ഓൾവേസ് ഡിക്ലെയർ യുവർ അതോറിറ്റി. നമ്മൾ അതോറിറ്റി ഡിക്ലെയർ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി യു ബി ഏബിൾ ടു എക്സസൈസ് ദ അതോറിറ്റി. ഒരു പോലീസുകാരൻ യൂണിഫോം ഇല്ലാതെ നമ്മൾ വഴി കാണിച്ച് നിർത്തുമോ? വണ്ടി അവനെ പോയി ഇടിക്കും. അതേസമയം അയാൾ തൊപ്പിയിട്ട് വരുമ്പോൾ എന്ത് ബഹുമാനമാണ്. പോലീസുകാരൻ്റെ കാക്കിയും തൊപ്പിയും കാണുമ്പോൾ എന്ത് ബഹുമാനമാണ്. That is the authority that he exercises. Today, my dear brother, my sister, you are exercising God's authority over every force of darkness and evil. You must exercise, you must speak for the authority. How many of you are willing to speak for the authority? Hallelujah. Don't be afraid, put up your hands. Nobody is പേടിയാണ്. പുറത്തിലെ പിശാച് 2 തൊഴി തരുന്നത്. നീ ഈ ഹോൾഡാന്നിരുന്ന് എന്നെ തെറി പറഞ്ഞാലേ ഞാൻ ദൈവത്തിന് വചനം, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് മാത്രമല്ല, എന്നേക്കും യുഗാന്തം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ he gives the authority. എന്താ പറയുന്നത്? Together. Hallelujah. Then he called his 12 disciples together and gave them power and authority over all demons and to cure diseases. He sent them to preach the kingdom of God and to heal the sick. നമ്മൾ മനസ്സിലാക്കണം, kingdom of God എന്ന് പറയുന്നത് is kingdom principles in your life. The word, the promises, the covenants of God. അത് സെക്കൻഡ് സ്റ്റേജ് ആണ്. ആദ്യം അനുദപിച്ചിട്ട്, ഇറ്റ്സ് ലൈക്ക് ദ prodigal son. He repented and he came to the father's house. Kingdom principles. Kingdom എന്താണ്? The fatted calf and the dancing. That is kingdom. He had to take a decision to come back. That is the baptism of repentance. The baptism of the Holy Spirit is killing the fatted calf and the merrymaking and the enjoyment, exercising the power and the authority of the kingdom of God. Are you with me? Yes. Hallelujah. There is a kingdom principles that come into your life. One of the greatest principles of the kingdom is, നീ വിശ്വസിച്ചതനുസരിച്ച് നിനക്ക് സംഭവിക്കട്ടെ. Let it happen to you according to your faith. My dear brother, my sister, it is such a great assurance that God has given.
To back up, he is giving you another assurance. Heaven and earth will pass away, but my word will not pass away. Hallelujah. Let it happen to you according to your faith. My dear brother, my dear sister, all that you need is a faith as much as a mulberry seed. Mulberry alla, mustard seed. Mulberry. Okay, you understand. Small seed is enough. Hallelujah. The concept you understand. However small is a seed, all that you need is a minute quantum of faith. It will just blow up into a great fruit-bearing tree. Hallelujah. Hallelujah. Because നമ്മളറിയണം ദൈവം എന്തിനാണ് ഈ അധികാരമൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് നമ്മൾ ഒരു ആത്മീയ പോരാട്ടത്തിലാണ്. We are in a spiritual battle. We need warfare, weapons for our warfare. And the whole thing is supplied by trust in His word, in faith. Hallelujah. അതുകൊണ്ടാണ് നമ്മളറിയാം യോഹന്നാൻ 12:31 വായിക്കാമോ? ആ വിജയം എന്താ നമുക്ക് കിട്ടുന്നത്? ദൈവത്തിൻ്റെ ആ വിജയം നമുക്ക് എന്ന് കിട്ടും? എന്ന് കിട്ടും നമുക്ക് വിജയം? എന്ന് കിട്ടും നമുക്ക് വിജയം? ഹല്ലേലൂയ. വിജയം കിട്ടുന്നത് എന്താണെന്ന് വെളിപാട് പുസ്തകം 17:14 പറയുന്നുണ്ട്. വിജയം കിട്ടുന്ന ആ ദിനം എന്നാന്നുള്ളത്. എന്നാ വരാൻ പോകുന്നത്? The victory is already won. എന്ന് വായിച്ചേ. ഇപ്പോഴാണ് ലോകത്തിന്റെ ന്യായവിധി. 17:14 Revelations. കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും. എന്തെന്നാൽ അവൻ നാഥന്മാരുടെ നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ്. അവനോട് കൂടെയുള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ്. ദൈവം കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ can you trust that? വിശ്വസിക്കാൻ പറ്റുമോ? So is the victory already yours? The victory is already yours because why? He has spoken it. Hello, are you with me? God has spoken it. Therefore the victory is already yours. And because he is the Lord of lords and the King of kings, and you are, and the lamb has already won the victory, and you are the called, the chosen and the faithful. Hallelujah. John 12:31 എന്ന് വായിച്ചേ. ഇപ്പോഴാണ് ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഇതൊക്കെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളാണ്. ഇറ്റ് വിൽ കം ടു പാസ്. ഇറ്റ് വിൽ കം ടു പാസ്. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിന്റെ വചനം ലൂക്ക 12:32 പറയുന്നുണ്ട്. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. Hallelujah. It said, do not be afraid, little flock, for your father has been pleased to give you the kingdom. ദൈവം നമ്മളെ എത്രമാത്രം കരുതുന്ന ദൈവമാണ്. നമ്മളെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനപതികളാണ്. ദൈവത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വ്യക്തികളാണ് ഈ ലോകത്തിൽ. അതൊന്ന് അവസാനിക്കാനായിട്ട് ഹല്ലേലൂയ. നമുക്കറിയാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിറവ് നമ്മൾ വരുമ്പോൾ റോമൻസ് 8:14 പറയുന്നത് പോലെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ എല്ലാവരും യേശുവിൻ്റെ ആ ആത്മാവിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റും. നമ്മളുടെ ചിന്തകളും പ്രവൃത്തികളും സംസാരവും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതായിരിക്കും. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ നമ്മുടെ ഇൻ our thoughts, words, deeds, actions, everything we must be manifesting the presence of the Holy Spirit. Are you with me? Are you willing to do that? Are you willing? Put up your hands and say yes or no. Hallelujah. രണ്ടാമത് പറയുന്നത് എഫിഷ്യൻസ് 2:19 പറയുന്നത് we are members of the household of God. ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ. കാരണം ഞാനൊരു മകനോ മകളാണെങ്കിൽ മകളോ വസിക്കുന്നത് അപ്പൻ്റെ വീട്ടിലാണ്. ഹലോ ഹോട്ടലിലും മോട്ടലിലും ഒന്നും അല്ല ജീവിക്കുന്നത്. അവൻ താമസിക്കുന്നത് അപ്പൻ്റെ വീട്ടിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭവനത്തിലെ അംഗങ്ങളാകുകയാണ്. പിന്നെ ഫിലിപ്പിയൻസ് 3:20 പറയുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മൾ എവിടത്തെ പൗരന്മാരാണ്? സ്വർഗരാജ്യത്തിലെ പൗരന്മാർ. വി ആർ സിറ്റിസൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഹെവൻ. നമ്മൾക്കൊരു പുതിയൊരു പാസ്പോർട്ട് കിട്ടുകയാണ്. ഒരു ഗ്രീൻ കാർഡല്ല, അതിന് കളറൊന്നുമില്ല ഇതിന്. ഹല്ലേലൂയ. ഇറ്റ് ഈസ് എ ഫാന്റാസ്റ്റിക് കാർഡ്. യു ക്യാൻ ഗോ എനിവെയർ യു വാണ്ട്. ഹല്ലേലൂയ. ഇറ്റ്സ് ഹല്ലേലൂയ. സോ വി ആർ സിറ്റിസൻസ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. പിന്നെ എന്താണ് പിന്നെ പറയുന്നത്? നമുക്കിവിടെ ദൈവം ഒരു ദൗത്യം തന്നിട്ടുണ്ട്. ആ ദൗത്യം തരുന്നത് എന്താണ്? യേശു ക്രിസ്തു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ വരവിനായിട്ട് നമ്മൾ ഒരുങ്ങുക. നമ്മൾ മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരെയും ഒരുക്കണം.
അതാണ് സ്ഥാനപതി എന്നുള്ള അടിസ്ഥാനത്തിൽ നമ്മളുടെ ഇവിടുത്തെ പ്രവൃത്തി. നമുക്കറിയാം 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനപതികളാണ്. നമുക്ക് തന്നിരിക്കുന്നത് അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയാണ്, ടു ബ്രിങ് എവരി വൺ ബാക്ക് ടു ദി ഫാദേഴ്സ് ഹൗസ്. അങ്ങനെ നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ ആ ഹിതമനുസരിച്ച് എല്ലാവരെയും ആ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു കടമ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്, ആസ് അംബാസിഡേഴ്സ് റെപ്രസെൻറ്റിങ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഹിയർ. പിന്നെ 1 പത്രോസ് 2:9-10 പറയുന്ന പോലെ നമ്മളൊരു രാജകീയ പുരോഹിത ഗണമാണ്. വി ആർ എ കിങ്ഡം ഓഫ് പ്രീസ്. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ടു മേക്ക് യു എ കിങ്ഡം ഓഫ് പ്രീസ്. അപ്പോൾ നമുക്ക് പൗരോഹിത്യമുണ്ട്, രാജകീയ അധികാരവുമൊക്കെ ദൈവം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്തിനാണ്? കിങ്ഡം പ്രിൻസിപ്പിൾസിൽ ഈ ലോകത്തിൽ നടക്കുവാനായിട്ട്. അങ്ങനെ നമ്മളെ കാണുമ്പോൾ മറ്റ് വ്യക്തികൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. ഹീ സമൺ സ്പെഷ്യൽ എന്നുള്ളത്. സ്പെഷ്യൽ നമ്മളുടെ പ്രവൃത്തിയിലും നമ്മളുടെ സംസാരത്തിലും നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾക്കൊരു വ്യത്യാസം ഉണ്ടാകണം. കാരണം നമുക്കറിയാം അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയെ നമുക്ക് കണ്ടാൽ അറിയാം. ഇപ്പോൾ അമേരിക്കൻ ഒരാൾ ഇവിടെ വന്നാൽ നമ്മളുമായിട്ട് വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നിറം വ്യത്യാസം ഉണ്ടാവും, സംസാര രീതി വ്യത്യാസം ഉണ്ടാവും, പല കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ദർ മസ്റ്റ് ബി എ ഡിഫറൻസ്. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഗോഡ് മേക്സ് എ ഡിഫറൻസ് ഫോർ ഹിസ് പീപ്പിൾ. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളും കാണുമ്പോൾ വി ഓൾസോ മസ്റ്റ് മേക്ക് എ ഡിഫറൻസ് ഫോർ ഗോഡ്. ആർ യു വിത്ത് മീ? ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വ്യത്യാസം ഉണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന് വേണ്ടിയും ഒരു വ്യത്യാസം ഉണ്ടാക്കണം. വി മസ്റ്റ് ബി ഡിഫറെൻറ്റ് ഫ്രം ദ വി പീപ്പിൾ. അല്ലാതെ പുറത്ത് ചെല്ലുമ്പോൾ ദേ ഷുഡ് നോട്ട് ബി ഏബിൾ ടു സേ ഇവരും ഞങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. ഞങ്ങൾ പറയുന്ന തെറി തന്നെ ഇവരും പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്ന എല്ലാം ഇവരും പറയുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ. ദേ ആർ സോ പ്രെഡിക്റ്റബിൾ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതും ചെയ്യാണ്. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ്? പ്രിയപ്പെട്ടവരെ, ഇന്ന് യേശുവിലേക്ക് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? യേശുവിൻ്റെ വിശ്വാസികളാണ് എന്ന് പറയുന്ന വ്യക്തികളിൽ അവർക്കൊരു വ്യത്യാസം കാണാൻ പറ്റുന്നില്ല. ഐ വിത്ത് മീ? ഒരു വ്യത്യാസവും കാണാൻ പറ്റുന്നില്ല. സോ വി ഹാവ് ടു ചേഞ്ച്. വി ഹാവ് ടു മൈഗ്രേറ്റ് ഫ്രം Adam 1 to Adam 2. ഐ വിത്ത് മീ? വി ഹാവ് ടു മൈഗ്രേറ്റ് ഫ്രം വേൾഡ്ലി ഫ്ലഷ്ലി Adam to a spiritual Adam. We have to migrate from who walketh not according to the flesh but walketh according to the spirit. അത് ചെയ്യാൻ തയ്യാറുള്ള ആരൊക്കെയുണ്ട്? ഹല്ലേലൂയ. നമ്മളൊന്ന് കൈകൾ ഉയർത്തി നല്ലവനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമുക്കറിയാം ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്.